കഴിഞ്ഞ ദിവസം ഞാൻ മേക്ക് ഓവർ ചെയ്ത മണി ബോക്സ് ഓർമ്മയില്ലേ? ഈ മണി ബോക്സ് ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫില്ലായ ഒരു മണി ബോക്സിനെ കുറിച്ച്. അതിൽ നിന്ന് കോയിൻസ് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ പുതിയതായി ഒരു മണി ബോക്സ് ഉണ്ടാക്കിയെടുത്തത്. അതിനുവേണ്ടി ഞാൻ ആദ്യമായിട്ട് ആ മണി ബോക്സ് കീ ഉപയോഗിച്ച് തുറക്കുന്നുണ്ട്. ഇതിലധികവും കോയിൻസ് തന്നെയാണ്. ഞാൻ കോയിൻസ് ആണ് അധികവും കളക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു കോയിൻസ് നമുക്ക് വേറൊന്നിലേക്ക് മാറ്റാന്ന് വിചാരിച്ചാണ് ഞാൻ അതുണ്ടാക്കിയത്. ഈ മണി ബോക്സ് മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോളൂ. അങ്ങനെ ഞാൻ അതെല്ലാം അതിലേക്ക് മാറ്റുന്നുണ്ട്. ഇതെടുത്ത് വെക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും വാല്യുബിളായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളായിട്ട് കളക്ട് ചെയ്യുന്ന ഒരു കാര്യം പെട്ടെന്ന് ഉപയോഗിക്കാൻ തോന്നൂല. അതാണ്. പിന്നെ എനിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോയെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു നോക്കണം. ഉണ്ട്, ആഗ്രഹം ഇല്ലെന്നല്ല. പക്ഷേ അത്ര അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇതവിടെ ഇരിക്കട്ടെ, എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ആവുമല്ലോ എന്ന് വിചാരിച്ച് എടുത്ത് വെക്കുന്നതാ. കോയിൻസ് എല്ലാം അതിലേക്ക് ഇട്ട് വെച്ച് ഇനി നമുക്ക് നോട്ട്സ് ഇടാം. നോട്ട് മാറ്റി വെക്കാനുള്ള വേറൊരു കാരണം എന്തെന്ന് വെച്ചാൽ ഈ നോട്ട് കാണുന്നില്ല, ഒരു തുരുമ്പ് പിടിച്ച പോലെ. അതുപോലെ വരുന്ന നോട്ടും കോയിനും ഒന്നാകെ ഇടുമ്പോൾ അതിന്റെ കാരണം അതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ മാറ്റി വെച്ച് നോക്കുന്നത്. ഇതിന്റെ കാരണം അറിയുന്നവർ ഒന്ന് പറഞ്ഞു തരൂട്ടോ. അങ്ങനെ നമ്മുടെ മണി ബോക്സിൽ ഇവിടെ പണമിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.